ഇതുപോലത്തെ ന്യൂസ് പേപ്പർ കൊണ്ടുള്ള പേപ്പർ ബാഗുകൾ ഉണ്ടാക്കി നോക്കിയാലോ. വീട്ടിൽ നമുക്ക് യൂസ് ചെയ്ത് വായിച്ചു കഴിഞ്ഞിട്ടുള്ള ന്യൂസ് പേപ്പറുകൾ കൊണ്ട് പേപ്പർ ബാഗ് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഒരു ന്യൂസ് പേപ്പറിൽ ഒരു 3 ഷീറ്റ് നമുക്ക് എടുക്കാം. 3 ഷീറ്റ് കട്ടി കൂടുതൽ ആയിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ മുകൾ വശം നമ്മളൊന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ഹാൻഡിൽ വരുന്ന ഭാഗം. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം കൂടെ ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വേണമെങ്കിൽ കട്ട് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബോക്സുകളൊക്കെ വരില്ലേ, ക്ലോത്തിൻ്റെ ബോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കട്ടിയുള്ള പേപ്പറുകൾ. ഈ കട്ടിയുള്ള പേപ്പർ നമുക്ക് നമ്മുടെ അളവിന് ഇവിടെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ തിക്നെസ് കിട്ടും, നമ്മുടെ ഹാൻഡിൽ വേഗം കീറിപ്പോകില്ല. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇതിവിടെ നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പോർഷൻ നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇത് ഉള്ളിലോട്ട് മടക്കാം. ഓക്കെ, ഇതെന്നിട്ട് ഈ പോർഷൻ ഇത് ഈ മടക്കുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാം. ഒട്ടിച്ചു. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡ് ഒന്നുള്ളിലോട്ട് മടക്കാം. ഇത് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മടക്കി. ഇതൊന്ന് മടക്കി എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം മടക്ക് തന്നെ ഓപ്പോസിറ്റായിട്ട് മടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മടക്കിയ 3 മടക്ക്, ഇതൊരു മടക്ക്, പിന്നെ ആദ്യം മടക്കിയ ഈ മടക്കും, ഈ 2 മടക്കും ഒരുമിച്ച് വെച്ചിട്ട് ഈ നടുക്കുള്ള ഭാഗം ഉള്ളിലോട്ടാക്കി. ഓക്കെ, ഇപ്പുറത്തെ പോർഷൻ ഇതുപോലെ തന്നെ ഒന്നുള്ളിലോട്ട് മടക്കുക, തുറന്ന് ഈ മടക്കും ഇതിൻ്റെ കൂടെയുള്ള ഇപ്പുറത്തെ മടക്കും ഒരുമിച്ച് പിടിച്ച് ഉള്ളിലോട്ട്. ഈ 2 സൈഡും ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പശ വെച്ച് ഒട്ടിച്ച ഭാഗമല്ല, അല്ലാതെ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗം നമ്മൾ ഒരൽപ്പം എടുത്ത് മുകളിലോട്ട് മടക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് ഈ പൊന്തി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഇത് ഇതുപോലെ ഒരു സ്ക്വയർ ബോക്സ് പോലെ വന്ന് അത് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഈ സൈഡിൻ്റെ മടക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ മടക്ക് നമ്മളൊന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഇപ്പോഴത്തെ പോർഷൻ അതുപോലെ തന്നെ ഉള്ളിലോട്ട് മടക്കുക. അടിഭാഗം ബോക്സ് പോലെയായി. ഇനി നമുക്ക് ഈ അടിഭാഗം കുറച്ച് സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലത്തെ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പേപ്പർ, ഞാനിത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബാഗിൻ്റെ ഈ ബോക്സിൻ്റെ സൈസിനനുസരിച്ച് ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് വെച്ചാൽ ഇത് സാഗ് ചെയ്ത് പോകും. അതുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ തുറന്ന് ഇതിലൊരൽപ്പം പശ വരട്ടി ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കും. ഈ പശയായ ഭാഗം എപ്പോഴും മുകളിലേക്ക് വരണം. ഇതൊട്ടിച്ച് ഇവിടുന്ന് ഇങ്ങനെ ചേർത്ത് പശ വരട്ടി കൊടുക്കുക. ഇങ്ങനെ പശ വരട്ടോ, ഉള്ളിലോട്ട് മടക്കുക.
ദെൻ ഇവിടെ ഇത് മുകളിലേക്ക് ഇങ്ങനെ മടക്കി ഒട്ടിക്കുന്നതിനേക്കാളും മുമ്പ് ഇവിടെ ഒരല്പം പശ വെച്ചു കൊടുക്കും. ഇതിന് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി സ്ട്രോങ് ആയിട്ടിരിക്കും. നമുക്കിതിൻ്റെ ഹാൻഡിൽ എങ്ങനെ ഇടാമെന്ന് നോക്കാം. ഇത് നമ്മളിവിടെ ഉള്ളിൽ മടക്കി വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ള ഭാഗമാണ്. നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു തിക്കായിട്ടുള്ള പേപ്പർ വേണമെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും. ഇതിപ്പോൾ 3 ലെയറുള്ള കാരണം കുഴപ്പമില്ല. ഒന്നില്ലെങ്കിൽ ഒരു പേപ്പർ പഞ്ച്, ഇതുപോലത്തെ ഒരു പേപ്പർ പഞ്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ സിംഗിൾ പഞ്ചോ എടുത്ത് ഇതിന് ജസ്റ്റ് ഒരു ഹോളിട്ട് കൊടുക്കുക. 2 സൈഡിലേക്കായിട്ട് ഹോളിട്ട് കൊടുക്കുക. ഇതുപോലത്തെ ഒരു വള്ളി എടുത്തിട്ട് നമുക്ക് എത്ര ലെങ്ത് വേണോ വള്ളിക്ക് അത് നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വള്ളി കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ കടക്കും. എന്നിട്ട് ഇവിടെ ഒന്ന് ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇപ്പത്തെ സൈഡ് ഇതുപോലെ തന്നെ ഒരു വള്ളിയിടാം. ഇതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. എനിക്കിത് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നമുക്ക് ഇപ്പം ഇത്ര ലെങ്ത്ത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത്രയും ലെങ്ത്തിലുള്ള പേപ്പർ എടുക്കേണ്ട, പകുതി പോർഷൻ എടുക്കുക. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ഒരു ബാഗിന് ചെയ്യും. നമ്മളിപ്പോൾ കണ്ട ബാഗ് ഇതാണ്. നമ്മൾ ഈ ബാഗിൻ്റെ സൈസ് ചെറുതാക്കി ചെയ്യുന്ന ബാഗുകളാകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ചെറിയ ബാഗ് കിട്ടും. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ മടക്കുകൾ ഒന്നും കൂടെ ചെറുതാക്കിയിട്ടുള്ള ടൈപ്പാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പൊക്കം കുറഞ്ഞിട്ടുള്ള ചെറിയ ബാഗുകളുണ്ട്. ഇത് കണ്ടോ, ഇത് കളർ പേപ്പറുകൾ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയൊരു ബാഗ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.